ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എപ്പിദാമ്നുസിലെ വിശുദ്ധ സെസാരിയോസ്. എപ്പിദാമ്നുസിലെ വിശുദ്ധ സെസാരിയോസ്. ലൂക്കാസിന്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം യേശു 70 അല്ലെങ്കിൽ 72 ശിഷ്യന്മാരെ അയക്കുന്ന ഒരു സംഭവമുണ്ട്. ആ 72 ശിഷ്യന്മാരിൽ ഒരാളാണ് എപ്പിദാമ്നുസിലെ സെസാരിയോസ്. അദ്ദേഹത്തിന് മറ്റു പേരുകളുമുണ്ട്. ഈ ദുറാസോയിലെ സെസാരിയോസ്, ദ്യൂറസിലെ സെസാരിയോസ്, ദുറാഹിയുമിലെ സെസാരിയോസ്. ഇതെല്ലാം പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്, അൽബേനിയ എന്ന സ്ഥലത്താണ്. അൽബേനിയൻ സ്ഥലത്താണ് ഈ സെസാരിയോസ് പ്രേക്ഷിത പ്രവർത്തനത്തിന് പോയത്. അവിടുത്തെ മെത്രാനായിരുന്നു അദ്ദേഹം. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഒരു രീതി, കർത്താവ് തിരഞ്ഞെടുത്ത രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന സംഗതി ഞാൻ പറയാം. യേശു സ്നേഹിച്ച ശിഷ്യൻ അല്ലേ, ഒരാളേ ഉള്ളൂ. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട 3 പേര്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യായിറസിൻ്റെ മകൾ ഉയർപ്പിക്കാൻ പോകുമ്പോഴും രൂപാന്തര ഭവത്തിൽ പോകുമ്പോഴൊക്കെ കർത്താവാരെ മാത്രമാണ് കൂട്ടിക്കൊണ്ട് പോകണേ. ഗെത്സമൻ തോട്ടത്തിലാണെങ്കിലും അവരെ പ്രത്യേക ഗണമായിട്ട് നിർത്തുകയാണ്. അപ്പോൾ 1, 3, പിന്നെ 12 സ്ലീഹന്മാർ, പിന്നെ അപ്പസ്തലന്മാർ, അതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു ഗണം, പൗലോസും അങ്ങനെയുള്ള എപ്പഫ്രാസൊക്കെ അങ്ങനെയുള്ള ഒരു ഗണം. അത് കഴിഞ്ഞ് 12 പേരുടെ കീഴിൽ 6 പേര് വീതം. 12 സ്ലീഹന്മാരുടെ കീഴിൽ 6 പേര്, 12 72, ചിലപ്പം 70 വരുന്നുണ്ട്. അപ്പോൾ ആ 12 സ്ലീഹന്മാരുടെ കീഴിൽ ഓരോ സ്ലീഹയുടെ കീഴിലും 6 പേര് വീതം, അങ്ങനെ 72 പേര്. ആ 72 പിന്നെ 500-ലധികം ശിഷ്യന്മാർ. അങ്ങനെയാണ് പിന്നെ അങ്ങനെ പോകുന്നത്. ഈ 72 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഈ 12 പേരിലും നമുക്കറിയാം 12 പേരുടെ. അതിൽ തോമാസ് ലീഗ എന്ന് പറഞ്ഞ 12 പേരിൽ ഒരുവനായ ആ തോമാസിന്റെ ശിഷ്യനായിരുന്നു അദ്ദായി എന്ന് പറയുന്നത്. ഇതുപോലെ മറ്റൊരു ശിഷ്യൻ, ഒരു സ്ലീഹയുടെ കീഴിലുള്ള ഒരു ശിഷ്യനായിരുന്നു എപ്പിദാമ്നുസിലെ സെസാരിയോസ്. എപ്പിദാമ്നുസിൽ അദ്ദേഹം മെത്രാനായതുകൊണ്ടാണ് എപ്പിദാമ്നുസിലെ സെസാരിയോസ് എന്ന് പറയുന്നത്. ഈ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയില്ല. നമുക്ക് ഈ അദ്ദായി സ്ലീഹയെ കുറിച്ച് അറിയുന്നത് പോലെ തന്നെ കുറച്ച് കാര്യങ്ങളെ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയൂ. അൽബേനിയ എന്ന് പറയുന്ന സ്ഥലത്തെ വളരെ ശക്തമായ പാരമ്പര്യമാണ്. ഈ 72 പേരിൽ ഒരാളാണ് ഈ സെസാരിയോസ് എന്ന് പറയുന്ന ആള്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ആദ്യത്തെ സ്ലീഹന്മാർ കയ്യൊപ്പ് ശുശ്രൂഷയിലെ മെത്രാനായി വാഴിച്ചതാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അക്കാലത്ത് നമുക്കറിയാം ക്രിസ്തുധർമ്മം ഒരുപാട് പ്രശ്നങ്ങൾ എതിരിട്ടു, പ്രതിസന്ധികൾ നേരിട്ടു. ഇപ്പോഴും അങ്ങനെ തന്നെ നേരിടുന്നു. 30-35 കോടി ക്രിസ്ത്യാനികളാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നത്, സവിശേഷമായി ഇസ്ലാം സമുദായത്തിൽ നിന്ന്. നമ്മൾ തിരിച്ച് ആക്രമിക്കാറില്ല. പക്ഷേ നമുക്കറിയാം, ഈ ആക്രമിക്കപ്പെട്ട സ്ഥലത്തൊക്കെ ക്രിസ്തുധർമ്മം ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. രക്തസാക്ഷികളുടെ നിണം അത് സഭയെ വളർത്തുകയേ ഉള്ളൂ. നമുക്ക് അത് വലിയ തെളിവാണ്. ഈ മെത്രാനും, അതായത് 72 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന ഈ എപ്പിദാമ്നുസിലെ സെസാരിയോസ് മെത്രാനും ഇതേ കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാൽ ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും കർത്താവിന് വേണ്ടി എന്നൊരു നിലപാടെടുക്കാൻ ഈ എപ്പിദാമ്നുസിലെ വിശുദ്ധ സെസാരിയോസ് എന്ന മെത്രാന്റെ ജീവിതം നമ്മെ പ്രേരിപ്പിക്കട്ടെ. കർത്താവിനോടേക്ക് അങ്ങനെ അടുത്ത് നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ്. കർത്താവിന് നേരിട്ട് കണ്ടിട്ടുള്ള, കർത്താവ് നേരിട്ട് അയച്ചിട്ടുള്ള ഒരു ശിഷ്യനാണ് എന്നുകൂടി നമുക്ക് ഓർക്കുക. അത് കർത്താവിലേക്ക് തന്നെ നമ്മളെ അടുപ്പിക്കുന്ന ഒരു വിശുദ്ധൻ്റെ കഥയാണിത്. അതിനാൽ നമുക്കത് ആദരവോടെ ആ വിശുദ്ധൻ്റെ കഥ മനസ്സിലാക്കാം, ആ മാതൃകയായിട്ട് സ്വീകരിക്കാം, വിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.